ഇന്റലിജൻസ് നമ്മുടെ ഇന്ന് ഓർണമെന്റ്സ് വീഡിയോയ്ക്കകത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബ്രേസ്ലെറ്റ് ഐറ്റംസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ശരിക്കും ഗോൾഡ് അല്ലെന്ന് പറയത്തില്ല, ഗോൾഡ് അല്ലെന്ന് പറയുന്നവരെ നമുക്ക് ശരിയാക്കാം കേട്ടോ. ശരിക്കും അത്രയും ഫിനിഷിംഗ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ നമ്പർ ചേർത്ത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് കിട്ടാവുന്ന രീതിയിൽ എടുക്കണം കേട്ടോ. അത് കാരണം ഓട്ടോമാറ്റിക് റിപ്ലൈ ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ടൈമിൽ തന്നെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ മാനുവലി പിന്നെ എടുത്ത് ചെയ്യേണ്ടി വരും. നമ്പർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അവൈലബിലിറ്റി അറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ പേയ്മെന്റും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ബോക്സ് ചെയിനെ തന്നെ ഇതുപോലെ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള മോഡൽ. ഇത് 2 ലെയർ കൊടുത്തിരിക്കുന്ന ഐറ്റം ആണ്. ഇതുപോലെ ഒരു ലെയറിൽ കുഞ്ഞു പേളും ഒരു ലെയറിൽ ഇങ്ങനെ ക്രിസ്റ്റൽസും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള ഐറ്റം, 2 ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്, നല്ലതാണ്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒറ്റ ലെയറിലുള്ള ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ലോക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. മറ്റേ സൈഡിൽ മൂന്ന് കണ്ണിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൈക്ക് വണ്ണമുള്ളവർക്കാണെങ്കിലും പറ്റുന്ന രീതിക്ക് തന്നെയാണ് കൊടുത്തിരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം പാറ്റേൺ വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് S634, റേറ്റ് 460 46. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ലെയറിലുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്രിസ്റ്റൽസിൻ്റെ ഷേപ്പിന് മാത്രം ചെറിയ വേരിയേഷനിൽ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ഇത് നോക്കിയാൽ മതി. പിന്നെ നമ്പർ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഏകദേശം ഈ ഒരു പോർഷനിലേക്ക് ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ക്രിസ്റ്റൽസ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. സൈഡിൽ പേളുണ്ട് കേട്ടോ. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് 2 സൈഡിലും ഇത് ലോക്കുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് ചെറിയ എക്സ്ട്രാ കുറച്ച് ചെയിനും കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഏജുകാർക്കും ഉപയോഗിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇത് മാലയായിട്ടൊക്കെ ഈ ഒരു മോഡൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ടൈപ്പും വരുവേ. കൈച്ചെയിനും എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ ആണല്ലോ അങ്ങനെ കളറിൻ്റെ വലിയ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ. കാരണം ചെയിനുമായിട്ട് ഒത്തിരി കോണ്ടാക്റ്റ് ഒന്നും അങ്ങനെ വേറെ ഒരയുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മെയിനായിട്ട് നമ്മുടെ ഒരു ബീഡ്സ് തന്നെയാണ് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അങ്ങനെ കളർ കംപ്ലൈൻറ്റ് വളരെ കുറവാണ്. എന്നാലും നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ പറയുന്നില്ല. സ്വർണ്ണം അല്ലാത്തടത്തോളം ഒന്നും ഡെയിലി ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നില്ല കേട്ടോ. അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു പ്രൈസിനുള്ളതിനെല്ലാം മുതലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ അങ്ങ് എടുത്താൽ മതി. ചിലർക്കൊക്കെ ഒത്തിരി നാൾ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എല്ലാവരും ഉദ്ദേശിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തു പറഞ്ഞതേ ഉള്ളേ. ഇതിൻ്റെ നമ്പർ S637, ഇതിന് 390 ഉള്ളൂ, 390. അടുത്ത ഡിസൈൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് ഗോൾഡിൽ ട്രെൻഡായിട്ട് വരുന്ന ഒരു മോഡലാണ്. കാരണം 3 ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട്, അതായത് ഗോൾഡ്, വൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ്, ഈ 3 ഷെയ്ഡിലും കൂടെ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഗോൾഡിന്റെ ഫിനിഷ് തന്നെയാണ് കേട്ടോ. ആ ഒരു 3 കളറൂടെ മിക്സ് ആയിട്ട് കൊടുത്തേക്കുന്ന മോഡലായതുകൊണ്ട്. അപ്പോൾ ഇതും ബോക്സ് ചെയിൻ ആണ്. ലൈറ്റ് കളറിലാട്ടോ, ഒത്തിരി ഓവർ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഫിനിഷിനല്ല, ലൈറ്റ് ഗോൾഡിന്റെ ഫിനിഷിനാണ് ഇത് ചെയ്തേക്കുന്നത്. ബോക്സ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിനിഷിങ്ങും ഉണ്ട്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിങ്ങനെ കയ്യിലിട്ടിട്ട് നമുക്ക് അളവ് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതിന്റെ കയ്യിലിടുമ്പോൾ ഉള്ള ഏകദേശം ലുക്ക് ഇതാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ നമ്പർ വരുന്നത് നോക്കട്ടെ, S640, റേറ്റ് 390 മാത്രമേ ഉള്ളൂ, 390. ഞാൻ മുമ്പ് കാണിച്ചത്, അതായത് രണ്ടാമത് കാണിച്ച ഐറ്റം തോന്നുന്നു, അതിൻ്റെ തന്നെയാണ് കേട്ടോ. പക്ഷേ ബീഡ്സിന് ഷേപ്പ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നമ്പർ കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലെ കളറിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. എനിക്കൊന്ന് സൈസ് ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞ് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ചെയിൻ, മറ്റേ സൈഡിലത്തെ ചെയിൻ വരുന്നത്. എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു ലോക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. വേറെ വലിയ വ്യത്യാസം എന്ന് പറയാനില്ല. വിലയൊക്കെ സെയിം ആട്ടോ. നമ്പർ S636, റേറ്റ് 390. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഗോൾഡിന്റെ പക്ക ഫിനിഷിൽ ചെയ്തേക്കുന്ന ഐറ്റം ആട്ടോ. ഇത് നമ്മുടെ സിംഗപ്പൂർ ഗോൾഡ് ഇല്ലേ, ആ ഒരു പാറ്റേൺ ചെയ്തേക്കുന്നതാണ്. അതായത് കളേഴ്സ് ഇങ്ങനെ ഡിഫറെൻ്റ് ആട്ടോ. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് കാണുന്നേക്കാളും കുറച്ചുകൂടെ നല്ല ഷെയ്ഡാണ് നേരിട്ട് കാണാനായിട്ട്. ഒരു ഫ്ലവർ പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഡിസൈനും ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഡിസൈനുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനും എക്സ്ട്രാ ചെയിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയ്യിലിട്ടിട്ടുള്ള ലുക്ക് ഏകദേശം ഇതാട്ടോ. കൈ ചെയിനായിട്ട് ഗോൾഡിൽ ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്ന ഒരു മോഡലായത്. കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ടൈപ്പായത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിലും ഇറങ്ങുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിലും ലൈറ്റ് വെയിറ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് കാണുന്നില്ല, S648, റേറ്റ് വരുന്നത് 460, 46. നമുക്ക് അടുത്ത ഡിസൈൻ വരുന്നത് ഒരു ഹെയർ ഷേപ്പിലുള്ള ഡിസൈനാണ്. ഇതും കാണാൻ നല്ല ക്യൂട്ടാട്ടോ. അതായത് ഇതുപോലെയാണ് ഡിസൈൻ പോയിരിക്കുന്നത്. ഗോൾഡും സിൽവർ എന്ന് പറയാൻ പറ്റില്ല, വൈറ്റ് ഗോൾഡിന്റെ ഒക്കെ മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പക്ക ഗോൾഡ് ഫിനിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനും 2 ഡിസൈനിൽ നമുക്ക് ഇടാൻ പറ്റും. ഒരു സൈഡിൽ ഈ ഡിസൈൻ, മറ്റേ സൈഡിൽ ഈ ഡിസൈൻ. 2 നല്ല ഡിസൈനാണ് കേട്ടോ. നമുക്ക് മാറി മാറിയൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. കയ്യിലിട്ടിട്ട് ഇതുപോലെ വരും. നമുക്കിതിന്
നമ്പർ S626, റേറ്റ് സെയിം ആട്ടോ 460. അടുത്തും സെയിം തന്നെ കോമ്പിനേഷനാണ്, ഡിസൈന് മാത്രം വ്യത്യാസം. നല്ല ഭംഗിയുണ്ട് കാണാനേ. ഇതുപോലെ കുഞ്ഞ് റൗണ്ട് ഡിസൈൻ ആട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മറ്റേ ഓപ്പോസിറ്റ് ഇതാട്ടോ, ഓപ്പോസിറ്റ് ഈ ഒരു ഡിസൈനും ഇതാ കുറച്ച് ഭംഗിയല്ലേ. ഇത് ഇങ്ങനെ ഇട്ടാലും നല്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ വെട്ടം അടിക്കുമ്പോൾ ചെറിയ ഒരു ഡിസൈൻ അങ്ങനെ അത്ര മനസ്സിലാകാതിരിക്കുന്നുണ്ട് കേട്ടോ. നേരിട്ടെല്ലാം ആ ഒരു മാറ്റ് ഫിനിഷ് പോലെ നമ്മുടെ ഗോൾഡിൽ, സിംഗപ്പൂർ ഗോൾഡിൽ വരുന്ന അതേ സെയിം തന്നെ ആ ഒരു പാറ്റേണിലാണ് ഇതെല്ലാം ഡിസൈൻസ് എല്ലാം കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ആ ഓരോ ഡിസൈനും സെയിം പാറ്റേൺ തന്നെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ വെച്ചു. ഇതാണ് എക്സ്ട്രാ ചെയിൻ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് S647, റേറ്റ് 460. ഇതാണ് ലാസ്റ്റ് ഡിസൈൻ ആട്ടോ. അപ്പോൾ ഇതിന് ഇതിപ്പോൾ എന്താ ഡിസൈൻ വരുന്നത് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഇത് ഈ ഒരു പാറ്റേൺ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെയിൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണിച്ചതിന് ചെയിൻ ഒത്തിരി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വേറെ ആഡ് ചെയ്താൽ മതി. നല്ല കൈവണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ചെയിൻ ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ നല്ല കൈക്ക് വണ്ണം ഉള്ളവർക്കാണെങ്കിലും പറ്റുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഡിസൈൻ ഇതാട്ടോ. ഇതുപോലെ ഇരിക്കും. നമ്മുടെ കൽക്കിക്കകത്തെ കോംപ്ലക്സിൻ്റെ ഡിസൈനാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതുപോലെയാണ്. മറ്റേ ഈ ഡിസൈനാണ് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് നിൽക്കുന്നത്. കുഞ്ഞായിട്ടുള്ളൊരു ഡിസൈനകത്ത് കൊടുത്തേക്കുന്നത്. ചെയിൻ ഇത്രയുണ്ട്. പിന്നെ ഈ ലോക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഒത്തിരി വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ചിലത് പുതിയത് ഐറ്റത്തിന് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കുറച്ചൊരു കട്ടി കാണും. കുറച്ചൊരു ബലം കൊടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഒന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മതിയാവും. ആദ്യത്തെ അത് ചിലപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ അറിയത്തില്ലെന്ന് അങ്ങനെ 1-2 പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ആദ്യത്തെ പുതിയതിൻ്റെതായ ഒരു പിടുത്തം ചിലപ്പോൾ കാണും. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഓപ്പൺ ചെയ്താൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് S627, റേറ്റ് വരുന്നത് സെയിം ആട്ടോ 460, 460.